നമസ്കാരം. മലയാളി.com പ്രവാസി ചാനലിന്റെ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാ ചാനലുകളിലും മീഡിയ ആപ്പ് USA OTT വഴി ലഭിക്കുന്നതാണ്. പ്ലീസ് ഡൗൺലോഡ് മീഡിയ ആപ്പ് USA ഫോർ ഐഫോൺ, ആൻഡ്രോയിഡ്സ്, എനി സ്ട്രീമിംഗ് ഡിവൈസ് ആൻഡ് സ്മാർട്ട് TV. എമ്പുരാൻ തരംഗം ഡാളസിലും ആഞ്ഞടിക്കുകയാണ്. സിനിമയെ വരവേൽക്കാൻ 4 തിയേറ്ററുകളിലെ ആദ്യ ഷോ ടിക്കറ്റുകൾ ഒന്നിച്ചു വാങ്ങി ഫാൻസ് അസോസിയേഷൻ. ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞ ആദ്യ 15 മിനിറ്റിൽ തന്നെ ആദ്യ ഷോകളിലെ മുഴുവൻ ടിക്കറ്റും ചൂടപ്പം പോലെ വിറ്റ് തീർന്നത് മോഹൻലാൽ ആരാധകരെ ആവേശ കൊടുമുടിയിലാക്കി. വൻ വരവേൽപ്പാണ് ചിത്രത്തിനായി ഒരുക്കിയിരിക്കുന്നത്. മച്ചമാരെ, ഇപ്പം നിൽക്കുന്നത് ഡാലസിലെ ലൂയിസ്വില്ലിലുള്ള സിനിമാർക്കിലാണ്. എമ്പുരാന്റെ പ്രീ ബുക്കിംഗ് ഇന്ന് തുടങ്ങി. യൂത്ത് ഓഫ് ഡാലസ് നടത്തുന്ന മെഗാ ഫാൻ ഷോയ്ക്ക് വേണ്ടിയുള്ള ടിക്കറ്റ് എടുക്കാൻ വന്നതാണ്. വെറും 15 മിനിറ്റ് കൊണ്ട് 500 ടിക്കറ്റ് എടുക്കുന്ന കാഴ്ചയാണ് സിനിമാർക്കുകാർ വരെ ഞെട്ടിപ്പോയി. എന്നിരുന്നാലും നമ്മുടെ ഫാൻ ഷോ അല്ലേ, അടിച്ച് പൊളിച്ചതിനെ കാണാം. അപ്പൊ ഇത്രയും ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് മൊത്തം വരികയാണ് ഒരേ ടൈമിൽ 4-5 ഷോ ഒരുമിച്ച്. ഇതോടുകൂടി നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഫാൻ ഷോ എന്ന റെക്കോർഡ് ഡാലസുകാരങ്ങ് തൂക്കി. എനിവേ, വലിയ എക്സൈറ്റ്മെന്റ് ആണ് നമുക്കുള്ളത്. ട്രെയിലർ വരാനിരിക്കുന്നു, ഒരുപാട് അപ്ഡേറ്റുകൾ വരാനിരിക്കുന്നു. ഇനിയും 10 ദിവസത്തോളം ഉണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം റെഡിയാണ്. നിങ്ങളും റെഡി ആയിക്കോ. സിനിമാർക്ക് ലൂയിസ്വില്ല മാർച്ച് 26 വൈകിട്ട് 7 മണിക്ക് അവിടെ കാണണം. ചെണ്ടമേളവും ഫ്ലാഷ് മോബും ബാക്കി പരിപാടിയൊക്കെ ആയിട്ട് നമുക്കങ്ങ് അടിച്ചു പൊളിച്ചേക്കാം. എല്ലാരും കാത്തിരുന്ന പോലെ നമ്മൾ എക്സൈറ്റഡ് ന്യൂസ് പറയാൻ പോവാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയൊരു ഫാൻ ഷോ, നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയൊരു ഫാൻ ഷോ ഇന്നിവിടെ ഡാലസിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ്. തുറന്ന 15 മിനിറ്റ്സിനുള്ളിൽ എല്ലാ ടിക്കറ്റും സോൾഡ് ഔട്ട് ആയിരിക്കുകയാണ്. 4 തിയേറ്റർ 500 പേരുടെ ടിക്കറ്റ് നമ്മൾ മൊത്തത്തിൽ ബുക്ക് ചെയ്തിരിക്കുകയാണ്. സിനിമാർക്ക് XD ലൂയിസ്വിൽ. ഇത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഫാൻ ഷോ ആയിരിക്കും. XDയില് നമ്മള് ടിക്കറ്റ് ഇവിടെ ഒരു തിയേറ്ററേ ഉള്ളൂ, ഒരു സ്ക്രീനേ ഉള്ളൂ. XDയില് നോർമല് ബാക്കി 3 എണ്ണം. അങ്ങനെ മൊത്തത്തില് 4 അടിപൊളി ഷോ ആണ് നമ്മൾ നടത്താൻ വരുന്നത്. പിന്നെ ഫാൻ ഷോ ആണ്. അത് 26-ാം തീയതി മാർച്ച് 26 വൈകുന്നേരം 8:30 മണിക്കാണ് ഷോ ടൈം. അതിനു മുമ്പ് 7:30-ക്ക് നമ്മളൊരു പ്രീ ഇവന്റ് ഷോ നടത്തും. പ്രീ ഇവന്റ് ഷോയില് ഒത്തിരി കലാപരിപാടികളും എക്സൈറ്റിംഗ് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് വഴിയെ പറയും, ജിജി പറഞ്ഞു തരും. പക്ഷെ ഇത് ഒരു ഇതുവരെ ചെയ്യാത്ത, ആരും ചെയ്യാത്ത ഒരു അൺലൈക്ക് എനിത്തിങ് ബിഫോർ. ദിസ് ഈസ് ഗോയിങ് ടു ബി എൻ എക്സൈറ്റിംഗ് ഇവന്റ്. അപ്പം നമ്മള് ലാലേട്ടൻ ഫാൻസ് വേണ്ടി, ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ആദ്യമായി ഇങ്ങനൊരു ഷോ ഡാലസിൽ നമ്മൾ നടത്തുകയാണ്. നമ്മുടെ കയ്യിൽ ഇതാ അവര് പോലും ഞെട്ടിപ്പോയി. ഇങ്ങനെ പ്രിന്റ് ചെയ്ത് ഈ ടിക്കറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പബ്ലിഷ് ചെയ്ത് 15 മിനിറ്റിനകം, 15 മിനിറ്റ് പോലും എടുത്തില്ല, മൊത്തം ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി 258ഓളം നമ്മൾ ബുക്കിംഗ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തു, അത് ഓപ്പൺ ആകുന്നില്ല, നമ്മുടെ ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ആകുന്നില്ല. വീണ്ടും നമ്മൾ അതുകൊണ്ട് ആരെയും നിരാശപ്പെടുത്തുന്നില്ല. അന്ന് എല്ലാരും കൂടെ ഒരുമിച്ച് ഒരേ ടൈമിൽ 8:30-ക്ക് ഒരേ ടൈമിൽ എല്ലാ സ്ക്രീനിലും സിനിമ കാണും. അപ്പം ഉറപ്പായിട്ടും നമ്മൾ ഗൂഗിൾ ഷീറ്റ് ഉടനെ നമ്മൾ പബ്ലിഷ് ചെയ്യും. എല്ലാവരും വരിക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഒരു അടിപൊളി ഒരു ഈവന്റ് ആയിട്ട് നമുക്കത് നടത്താം. ഇത് പ്രത്യേകിച്ച് ഒരു കാര്യം, ഇതിപ്പോ 500 കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞു ഇനിയും തിയേറ്റർ ഓപ്പൺ ചെയ്യാം. സ്പെഷ്യൽ റിക്വസ്റ്റ്, നിങ്ങൾ ഉറപ്പിച്ച് പറയണം അതിൽ കൂടുതൽ ആൾ വരുമോ എന്ന്. അപ്പൊ അവർക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല 500 പേര് ഒരു ദിവസം, ഇത്രയും പേര് ഒരു സിനിമയ്ക്ക് വരുമോന്ന്. അപ്പൊ അത് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും തിയേറ്റർ ഓപ്പൺ ചെയ്ത് തരാം എന്നാണ് പറഞ്ഞത്. അപ്പോ നമുക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ഇത് ലാലേട്ടന്റെ ഒരു ഉത്സവമാക്കി നമുക്ക് ഇത് ആഘോഷിക്കണം, തകർക്കണം. പിന്നെ വേറൊരു കാര്യം, ഇത് ഫാൻ ഷോ ആണ്. മുന്നിൽ സീറ്റാണ്, പുറകിൽ സീറ്റാണ് എന്നൊരു സംഭവമില്ല. ഫാൻ ഷോ അറിയാവുന്ന എല്ലാവർക്കും അറിയാം അതെങ്ങനെയായിരിക്കും ഫാൻ ഷോ പോകുന്നത്. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിലും ആ ഒരു ത്രില്ലിലും മാത്രമേ നിങ്ങൾ വരാവുള്ളൂ. അപ്പം ആരും ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. കാരണം ഞങ്ങൾ മൊത്തത്തിൽ തിയേറ്റർ എടുക്കണം എന്നൊരാഗ്രഹത്തിൽ ചെയ്താണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പം ഒരിക്കൽ കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അടിപൊളിയായിട്ട് യൂത്ത് ഓഫ് ഡാലസ് ക്രിയേറ്റ് ചെയ്തൊരു വമ്പൻ ഒരു ഈവന്റ് ആയിട്ട് ഇത് മാറും. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഞങ്ങൾ ഉടനെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളോട് എത്തിക്കുന്നതായിരിക്കും. ബൈ, താങ്ക് യു. ചെണ്ടമേളവും വാദ്യമേളവും കൂടാതെ ഔട്ട്ഡോർ കട്ടൌട്ടിൽ പാലഭിഷേകത്തിനുള്ള സൗകര്യവും ആദ്യ ഷോകളിൽ ഒരുക്കുന്നുണ്ട്. 700ഓളം മോഹൻലാൽ ആരാധകരാണ് ഈ ഫാൻ ഷോ ആസ്വദിക്കുവാനായി ഒരുങ്ങുന്നത്.
ലൂയിസിൽ സിനിമാർക്കിൽ മാർച്ച് 26 രാത്രി 8:30 ആദ്യ ഷോകളുടെ പ്രദർശനം. ഉത്സവ സമാനമായ അന്തരീക്ഷത്തിൽ മോഹൻലാൽ ആരാധകരെ ആവേശത്തിലാക്കി ആദ്യ പ്രദർശനം ആഘോഷമാക്കാനാണ് ഇവരുടെ പദ്ധതി. മെഗാ ഫാൻ ഷോയ്ക്ക് മോടി കൂട്ടാൻ UTD ഡാളസ് ക്യാമ്പസുകളിലെ മലയാളി സ്റ്റുഡൻസ് കൊമേഴ്സ് അസോസിയേഷൻ നടത്തുന്ന ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കും. അതോടൊപ്പം വിവിധങ്ങളായ സർപ്രൈസ് കലാപരിപാടികളും ഉണ്ടാകുമെന്ന് സംഘാടകർ പറഞ്ഞു. നോർത്ത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇത്തരത്തിലൊരു ഫാൻ ഷോ നടന്നിട്ടില്ല എന്നാണ് മോഹൻലാൽ ആരാധകർ പറയുന്നത്. നാട്ടിൽ നടക്കുന്ന അതേ സമയത്ത് തന്നെ ഇവിടെയും ഫാൻ ഷോ നടത്തുവാനാണ് യൂത്ത് ഓഫ് ഡാളസ് കൂട്ടായ്മയുടെ തീരുമാനം. ഏതൊരു അമേരിക്കൻ മലയാളിക്കും അഭിമാനിക്കുവാൻ ഉതകുന്ന രീതിയിൽ ചിത്രത്തിനായി വൻ വരവേൽപ്പാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എൻ്റെ മക്കൾ. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെയും നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. और राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ये दया दिखाने के लायक ही नहीं होते, पर शुरू से वो एक ही नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Ma'am, you are going live. 5, 4, 3. उसकी आंखें सब देख रही है. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോ ഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. Face the world, Abraham. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. Zaid Masood. We have to end this war. So Stephen, come back. Save your land. Save God's own country. But answer this one question. Who are you really? Lucifer.
ന്യൂസ് ഡെസ്ക് ഇ-മലയാളി. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.